അമ്മ കൺമശി ഇട്ടിട്ടില്ല. വേണ്ട അച്ഛ, കൺമശി വേണ്ട. ജയിലിൽ അമ്മ കൺമശി ഇടുന്നുണ്ടാവൂല. ഇതെന്താ? ജനല്. അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കാം. മോനും മായമോളും വരുന്നുണ്ടോന്ന് അറിയാൻ അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുക. വേണ്ട അച്ഛ, അരികള് വേണ്ട, ജനലും വേണ്ട. അമ്മയ്ക്ക് സങ്കടാവും. ഈ പടം വേണ്ട, അമ്മയുടെ ചിരിക്കുന്ന പടം മതി. അച്ഛനും മക്കളുമാണെന്ന് തോന്നുന്നു. നല്ല ഓമനത്തോടുള്ള കുട്ടികൾ. ബസ് വരാൻ വൈകുമ്പോ ഇങ്ങനെ ചുറ്റും നോക്കിയിരുന്ന മുഷിച്ചിൽ തോന്നില്ല. കാണാൻ എന്തോരം സംഗതികളാ. ആ കുട്ടികളുടെ അമ്മ കൂടെ ഇല്ല. അതാ ഇത്ര നേരം ഞാൻ ആലോചിച്ചത്. അവരൊക്കെ പോകുന്നു. ഏയ്, അവരുടെ ബസ് വന്നിട്ടില്ല. നമുക്ക് പോകേണ്ട ബസ് തന്നെ അവരുടേതും. അയാൾ ബസിന്റെ കാര്യം പോർട്ടോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. എന്നാ അച്ഛൻ പറ, അവരിപ്പോ എങ്ങോട്ടാ പോണത്? കുട്ടികള് ബസ്സിൽ കയറിയാൽ ഛർദ്ദിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് നാരങ്ങ വാങ്ങിക്കാൻ പോയിരിക്കുക. അച്ഛന് വേണ്ട, മോൻ കഴിച്ചോ. നല്ല മധുരമുണ്ട് അച്ഛാ. മോൻ കഴിച്ചോ. ഏയ്, എന്തായി നാരങ്ങ കുട്ടിയുടെ പേര്? ഉണ്ണി. അപ്പൊ ഈ ചെറുനാരങ്ങ കുട്ടിയുടെ പേരോ? ഓ, അച്ഛനും നാരങ്ങ കുട്ടികളും കൂടെ എങ്ങോട്ടാ യാത്ര? നമ്മള് ദൂരെ ഒരു സ്ഥലം വരെ പോവാ. അവിടെ കാറ്റടിച്ചാ വീഴുന്നൊരു സ്കൂളുണ്ട്. അച്ഛനവിടെ മാഷ. ഓ, അപ്പൊ കാറ്റടിക്കുന്ന സ്കൂളിലേക്ക് അച്ഛന്റെ കൂടെ നിങ്ങളും പഠിക്കാൻ പോവാ? ആ, നിങ്ങളെവിടെ പോവാ? ഞങ്ങളോ? ഞങ്ങള് പാടാൻ പോവില്ലേ? ഗാനമേളക്കാരാ? പാട്ട് കച്ചേരി എന്ന് പറയും. ആരാ പാടാ? അത് ഞാൻ പാടും, ഈ ചേച്ചി പാടും. നന്നായി പാടോ? ഒരുവിധം തരക്കേടില്ലാണ്ട് പാടുന്നൊക്കെയാ കേട്ടിട്ടുള്ളവർ പറയണത്. അമൃതവർഷിനെ പാടാ അറിയോ? എന്താ? അമൃതവർഷിനെ പാടാ അറിയോന്ന്? അമ്പട വമ്പ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനൊരു മധുരനാരങ്ങ. ഇത്ര വലിയ രാഗമൊക്കെ ഇത്ര ചെറുപ്പത്തിലെ അവിടുന്ന് എങ്ങനെ മനസ്സിലാക്കിയോ ആവോ? അമൃതവർഷിനി, കല്യാണി, മോഹനം, നീലാംബരി, ഹിന്ദോളം ഒക്കെ അമ്മ പറഞ്ഞ പേരല്ല. ഓ, അമ്മ പാടുവോ? അല്ല, അച്ഛനെ നാരങ്ങ കുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ, അമ്മയെ കണ്ടില്ല. അമ്മ ഗൾഫിലാ. എവിടെ? ഗൾഫില്. അമ്മ വിദേശത്തും അച്ഛനും മക്കളും സ്വദേശത്തും. എങ്ങനെയാണാവോ ഈ കുടുംബ സർക്കസ് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോണത്? അമ്മയില്ലാതെ കുട്ടികളെ വളർത്തണത് ഈശ്വരന് പോലും അറിയാത്ത ഒരു സർക്കസാ. അത് ഞാനും വല്ലാണ്ട് അനുഭവിക്കുകയുണ്ടായി. കുട്ടികളെ അച്ഛനെ ഇങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോ പലതും ഓർത്തുപോയി. എങ്ങോട്ടാ യാത്ര? ഒരു കച്ചേരിയുണ്ട് ഉടുപ്പിക്കടുത്ത്. എന്റെ മോള് സീത. ഇത് പക്കമേളക്കാരാ. മാമ്പറ്റ ശിവരാമ ഭാഗവതർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചിലതൊക്കെ അറിയും. ഒരു പാട്ട് പാടുവോ? കാശ് തരുവോ? എന്നാ പാടാം. അച്ഛാ, കാശ് കൊടുക്കച്ചാ. ഒരു പാട്ട് മതി. എത്ര കാശ് തരൂ ഇയാള്? 10 രൂപ മതിയോ? അത്രയും തരുവോ? കൊടുക്കച്ചാ. ആട്ടെ, ഏത് പാട്ട് വേണം? അമൃതവർഷിനി. അയ്യോ, അമൃതവർഷിണി പാടിയാ മഴ പെയ്യും. ബസ്സിനകത്ത് മഴ പെയ്താ ഉണ്ണി നനയൂലേ? അത്ര വല്ല മഴ വന്നാ ഞാൻ കൊട പിടിച്ചോളാം. അതിനിപ്പോ ഉണ്ണിയുടെ കൊടയില്ലല്ലോ, എന്റെയിലും കൊടയില്ല. അതുകൊണ്ട് അമൃതവർഷിണി വേണ്ട, വേറൊന്നു പാടാം. ബസ്സിലെല്ലാവർക്കും മുഷിയോ? അവരും കാശ് തരും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. അല്ലാഹു സമദ്. ലം യലിദ്. അവരിപ്പോ ബസ്സിൽ കയറിട്ടുണ്ടാവും ഉമ്മ. ആര്? ആ മാഷും മക്കളും. മുണ്ടാണ്ടിരുന്ന് ഓതിയേക്കാ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ലം യലിദ്. ലം യലിദ്. വലം യൂലദ്.
വലം യൂലത് വലം അവരൊന്നും ഉണ്ണിക്കുട്ടി ഇന്റെ ക്ലാസ്സിലാ പഠിക്കാ. നിങ്ങൾ രണ്ടാളും ഒരേ തരക്കാരനല്ലേ ശേഖരൻ മാഷ് പറഞ്ഞത്? അപ്പൊ പിന്നെ എന്റെ ക്ലാസ്സിൽ തന്നെ ആവും പഠിക്കാം. ആ കുട്ടിക്ക് എന്നെക്കാളും പൊക്കുണ്ടാവോ? ആ ഉണ്ടാവുമായിരിക്കും. മുണ്ടാണ്ടിരുന്നു ഓത്. ഉണ്ണിക്കുട്ടൻ പവർ കേട്ടോ ഉമ്മ. എന്തിനു മുത്തേ? കളിക്കാൻ വിളിച്ചാ വരുമോ? എനിക്കൊരു ചങ്ങായില്ലാണ്ടിരിക്കുക. എന്റെ മുത്തിന്റെ ചെങ്ങായി ആവാൻ വേണ്ടിയല്ലേ ഉണ്ണിക്കുട്ടൻ വരണേ എന്നെ. തക്കാരം കൊടുക്കാനായി കാത്തിരുന്നേ, തന്തോയ പുതു പൈതലിത വരുന്നേ. അച്ഛനും അമ്മയും മുത്തം കൊടുത്ത്, അനിയത്തി മുത്തിന് മാമ കൊടുത്ത്, വാനത്ത് ചാലിച്ച മയവില്ലാണേ അവൻ, മറ്റാരും കാണാത്ത മെടുക്കാനാണേ. തന്തന 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 താനന. ശേഖരമാഷ ഏതാ വിഷ്ണുമാഷ എത്തി. ഇരുട്ടിയിട്ടും കാണാണ്ടായപ്പോ അബ്ദുള്ള അവരെയും കൊണ്ട് നേരെ അങ്ങോട്ട് പോയി കാണുന്ന കരുതിയത്. ഏയ് താൻ ഒറ്റയ്ക്കുള്ളൂ. മാഷ എവിടെ അബ്ദുള്ള? അവരാ ബസ്സിന് വന്നില്ലേ? അബ്ദുള്ള ചന്തമുക്ക് തന്നെയല്ലേ കാത്തുന്നത്? അല്ല ശേഖരമാഷെ, ആ മാഷ് മൂൺ സ്റ്റാർ ബസ്സിനല്ലേ വരാന്ന് പറഞ്ഞത്? നിങ്ങൾ കണ്ടില്ലേ അവരെ? അപ്പോഴേ പറഞ്ഞതാ വിളിക്കാൻ ഞാൻ കൂടെ വരാന്ന്. അതല്ല മാഷെ, മൂൺ സ്റ്റാർ ബസ്സിന്ന് ചന്തമുക്കിൽ വന്നിട്ടില്ല. വരണ വഴിക്ക് ആ ബസ് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞെന്ന് അവിടേക്കൊരു വർത്താനം കേൾക്കണം. അയ്യോ, എന്റെ ഭഗവാനെ ചതിച്ചോ? ഹെഡ് മാഷെ, വിഷ്ണു മാഷക്ക്. മാഷ് പേടിക്കായിരിക്കൂ. എങ്ങനെയാ ഇപ്പൊ വിവരം ഒന്നും അറിയാ? നമുക്ക് ടൗൺ വരെ ഒന്ന് പോയാലോ അബ്ദുള്ള? ശരി മാഷെ. ചന്തമുക്കിൽ വല്ല സംസാരം ഉണ്ടോ സാധാരണ? മറിഞ്ഞത് മൂൺ സ്റ്റാർ തന്നെയാ. പല ബസ്സുകാരും പല വിധത്തിലാ പറയണേ. എന്നാ ശേഖരമാഷ അബ്ദുള്ള ആസ്പത്രിക്ക് പോയിണ്ടാവും. അല്ലെങ്കിൽ അവരിപ്പോൾ എത്തണ്ടായിരുന്നു. ശരിയാ. ബസ് പണി പറഞ്ഞോട്ടെ, ആർക്കൊന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. ആ ബസ്സിൽ കാട്ടുമാക്കാനുണ്ടായിരുന്നാ പലരും പറയണേ. വാ, പത്രം ഇവിടെ എത്താൻ 11 മണിയോ? എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. രാത്രിയല്ലേ ബസ് പറഞ്ഞത്. ആ ന്യൂസ് നാളത്തെ പേപ്പറിലേ ഉണ്ടാവും. ഇത്രയും ദൂരത്തുനിന്ന് ഒരു മാഷ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ മാഷ് എന്തിനാ ഇങ്ങോട്ട് തന്നെ മാറ്റം വാങ്ങിയത്? മാറ്റം വാങ്ങിയതല്ലോ ടീച്ചർ ഇപ്പോഴത്തെ പ്രശ്നം. വേറെ എത്ര ബസ് ഉണ്ടായിരുന്നു? ഈ മാഷന്തര ആ ബസ് കയറാൻ പോയേ. അയ്യോ, കൃഷ്ണ ഗുരുവായൂരപ്പ, വൈകുന്തോറും പേടിയാവുന്നു. ഒന്നും പറ്റായിരുന്നാ മതിയായിരുന്നു. ഈ സ്കൂളിലും പോവാണ്ട് ബാപ്പാന്റെ കുതിരവണ്ടി പന്നണ്ടാന്ന് നോക്കി ചെക്കന്താ പറഞ്ഞു. അന്റെ ബാപ്പ ഇത് എടപ്പോയി കിടക്കടി. ഒരു വിവരം തിരക്കി പോയതല്ലേ ഉമ്മ. ബസ് മറിഞ്ഞ സ്ഥലത്ത് പോയോ അതോ ആസ്പത്രിയിൽ പോയോ ഇനി ആ മാഷിന്റെ വീട്ടിൽ പോയോ എന്നൊക്കെ ആർക്കറിയാം? എണീക്ക്. സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക ചെക്കൻ. ബെക്കൻ ചോറ് വെച്ച് ഇപ്പം പോയാലും മതി. ഉച്ചക്കുള്ള ക്ലാസ്സിൽ ഇരിക്കാലോ. ഉണ്ണിക്ക് വന്നോ താത്ത? ആവോ, പോയി നോക്ക്. മാഷ് ഞാൻ ഹെഡ് മാഷ്. ഉണ്ണി വന്നോ പാപ്പ? ആ ഉണ്ണീന്റെ മയ്യത്ത്.
മോളെടുത്ത മാഷിന്റെ ഭാര്യ 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 ആശുപത്രി തന്നെയാ. അവർക്കാണ് നല്ല പരിക്ക്, ബോധം വീണിട്ടില്ല. സദാനന്ദ, നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ചേ. മയ്യത്ത് പുരയിലേക്ക് എടുക്ക. എരുമാശേ, താക്കോല് നിങ്ങൾ ആ ബാധനം തുറന്നേ. വിഷ്ണുമാശക്ക് നമ്മളൊക്കെ ഉള്ളൊരു സഹായത്തിന്. എന്താ ഇപ്പൊ തീരുമാനം മാഷേ? നാട്ടിലേക്ക് കൊണ്ടുപോകുന്നോ അതോ? അങ്ങനെ ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ. ആ ശേഖരമാഷേ, ബന്ധുക്കൾ ആരെങ്കിലും വരാണ്ടാവോ വിഷ്ണുമാഷക്ക്? അങ്ങനെ വരാൻ വേണ്ടപ്പെട്ടവരൊക്കെ കുറവാ. പിന്നെ നാടും കുറെ ദൂരല്ലേ. അപ്പൊ പിന്നെ വെളുക്കണവരൊക്കെ ആക്കണോ? രാത്രി തന്നെ മാഷ ഏതായാലും വിഷ്ണുവിനോട് ചോദിച്ചു നോക്കൂ. ഇപ്പൊ ചോദിച്ചാൽ ഉത്തരം ഒന്നും കിട്ടിയെന്ന് വരില്ല. ചോദിക്കാം. ഭാര്യ രക്ഷപ്പെടും ഇല്ലേ മാഷേ? വിഷ്ണു, ജയിലിൽ അറിയിക്കണ്ടേ? അമ്മയല്ലേ? എനിക്കറിയില്ല. ചോദിച്ചവരോടൊക്കെ പ്രിയമത ആശുപത്രിയിലെന്നാ പറഞ്ഞത്. മുല്ലത്താത്ത പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത്. ഇപ്പോ എല്ലാവരും അത് വിശ്വസിച്ച മട്ട. ഇങ്ങോട്ട് പുറപ്പെടുമ്പോ എന്തെങ്കിലും ഒരു കള്ളം പറയാനാ അവള് പറഞ്ഞു. എന്റെ ഉണ്ണി ആ ഭാഗവതിനോട് പറഞ്ഞു അത് തന്നെയാ കള്ളം. എന്നാലും അമ്മയെ അറിയിക്കാതെ എങ്ങനെയാ? എനിക്കൊന്നും അറിയില്ല.